നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ അൽഫോൻസാമ്മയുടെ തിരുനാളിന് 19-ന് തുടക്കമാകും. രാവിലെ 11:15-ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയേറ്റും. മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, മാർ മാത്യു അറയ്ക്കൽ എന്നിവരും സന്നിഹിതരാകും. ഭരണങ്ങാനം ഫൊറോന ദേവാലയവും അൽഫോൻസ തീർത്ഥാടന കേന്ദ്രവും സംയുക്തമായാണ് തിരുനാൾ നടത്തുന്നത്. 19 മുതൽ പ്രധാന തിരുനാൾ ദിവസമായ 28 വരെ എല്ലാ ദിവസവും പുലർച്ചെ 5:30 മുതൽ രാത്രി 7 വരെ തുടർച്ചയായി വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. പ്രധാന തിരുനാൾ ദിവസമായ 28-ന് രാവിലെ 10:30-ന് ഫൊറാന പള്ളിയിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും. തിരുനാളിന്റെ 10 ദിവസങ്ങളിലും കബറിട ദേവാലയം 24 മണിക്കൂറും തുറന്നിട്ടിരിക്കും. ഛത്തീസ്ഗഡിലെ ദംതാരി ജില്ലയിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ സംഘടിത ആക്രമണം. ഗോപാൽപുരി, ഹഡ്കേശ്വർ, പച്പേടി, ബക്കാര എന്നീ 3 സ്ഥലങ്ങളിലാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഹിന്ദു മതമൗലികവാദ ഗ്രൂപ്പുകൾ ആക്രമണം നടത്തിയത്. ഇടവകാംഗങ്ങൾ നടത്തിയ റാലിയിൽ ഏകദേശം 50 പേർ പ്രകോപനപരമായ മതമുദ്രാവാക്യങ്ങൾ മുഴക്കി നീങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. ഗോപാൽപുരിയിൽ 2025 ജൂൺ 15-ന് മതമൗലികവാദികൾ പള്ളിയുടെ മേൽക്കൂര, ശബ്ദോപകരണങ്ങൾ, കാഴ്ചവസ്തുക്കൾ എന്നിവ നശിപ്പിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നടന്ന റാലിയിലാണ് തുടർ ആക്രമണം നേരിട്ടത്. 80,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. അന്ന് പരാതി നൽകിയെങ്കിലും FIR രജിസ്റ്റർ ചെയ്തിരുന്നില്ല. 116 വർഷങ്ങൾക്ക് മുൻപ് സ്പെയിനിലെ ബാഴ്സലോണ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലുണ്ടായ ആക്രമണ പരമ്പരയിൽ രക്തസാക്ഷിത്വം വരിച്ച മാരിസ്റ്റ് സന്യാസ സമൂഹാംഗമായ ബ്രദർ ലിഗാരിയോണിനെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി. ജൂലൈ 12-നാണ് ബ്രദർ ലിഗാരിയോണിനെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത്. 1909 ജൂലൈയിൽ നടന്ന അക്രമ പരമ്പരയിൽ വെടിയേൽക്കുകയും പിന്നീട് അക്രമികളാൽ കല്ലുകളും വടിവാളുകളും ഉപയോഗിച്ച് ബ്രദർ ക്രൂരമായി കൊല്ലപ്പെടുകയായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ ബാഞ്ഞി എന്ന സ്ഥലത്താണ് ബ്രദർ ലിഗാരിയോൺ ജനിച്ചത്. ഇസ്രായേലുമായുള്ള വെടിനിർത്തലിനു ശേഷമുള്ള 2 ആഴ്ചക്കിടെ ടെഹ്റാൻ, റാസ്ത, ഉർമിയ എന്നിവയുൾപ്പെടെയുള്ള വിവിധ നഗരങ്ങളിൽ നിന്ന് 21 ക്രിസ്ത്യാനികളെയെങ്കിലും ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രാലയം അറസ്റ്റ് ചെയ്തതായി UK ആസ്ഥാനമായുള്ള സന്നദ്ധ സംഘടനയായ ആർട്ടിക്കിൾ 18-ന്റെ റിപ്പോർട്ട്. ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകാത്ത കൂടുതൽ അറസ്റ്റുകൾ നടന്നിരിക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. അടിസ്ഥാനരഹിതമായ കുറ്റങ്ങൾ ചുമത്തി വംശീയവും മതപരവുമായ വിധത്തിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വ്യാപകമായ അടിച്ചമർത്തലിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ആർട്ടിക്കിൾ 18 റിപ്പോർട്ട് ചെയ്തു. ബൈബിൾ കൈവശം വെച്ചതിന് ചില ക്രൈസ്തവരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. യൂറോപ്യൻ രാജ്യമായ പോളണ്ടിൽ ഈ വർഷം തിരുപ്പട്ടം സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുന്നത് 208 ഡീക്കന്മാർ. യൂറോപ്പിൽ സമീപകാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള റെക്കോർഡ് എണ്ണമാണിത്. 141 പേർ രൂപതാ വൈദികരായി അഭിഷിക്തരാകാനാണ് തയ്യാറെടുക്കുന്നത്. ടാർണോ രൂപതയിൽ 13 ഡീക്കന്മാരും വാഴ്സോ രൂപതയിൽ 12 പേരും ഉടനെ തിരുപ്പട്ടം സ്വീകരിക്കുന്നുണ്ട്. കത്തോലിക്ക വിശ്വാസം അടിയുറച്ച രീതിയിൽ കാത്തുസൂക്ഷിക്കുന്നവരാണ് ടാർണോ രൂപതാ പരിധിയിലുള്ളത്. വിശുദ്ധ കുർബാന പങ്കാളിത്തത്തിൽ വിശ്വാസികൾ മുൻനിരയിലുള്ള രൂപത കൂടിയാണ് ടാർണോ. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.